ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ഒട്ടും പ്ലാനിങ് ഇല്ലാണ്ട് ഞാനൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഇന്നത്തെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. ഞാൻ ലുലു മോൾ കാണാൻ പോവാണ്, നീ വരുന്നോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ. ഒഫീഷ്യൽ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. എന്നാലും ഇനി ഓണമൊക്കെ ആയതുകൊണ്ട് തിരക്ക് കൂടി വരെയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പോയി ഒന്ന് കണ്ടിട്ട് വരാം. പ്രതീക്ഷിച്ച പോലെ തന്നെ എക്സാംസ് ആണെങ്കിലും ഓണത്തിൻ്റെ ആ ഒരു വെക്കേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിലും ആവശ്യത്തിനുള്ള തിരക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കയറുന്ന എൻട്രൻസിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണുള്ളത്. ശരിക്കും ലുലു മോൾ എന്ന് പറഞ്ഞാൽ അതിലുള്ള എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റും പിന്നെ ലുലു സെലിബ്രേറ്റുമാണ്. എന്നെ വിളിച്ചത് ഷെബ്രിയാണെങ്കിലും ഫസ്റ്റ് അവിടെ എത്തിപ്പെട്ടത് ഞാനാണ്. അപ്പോൾ ഞാനങ്ങനെ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വാങ്ങിക്കാനോ ഒന്നുമുള്ള പ്ലാൻ ഇല്ല. കാരണം ലുലു നമ്മളെ കാലിക്കറ്റിനല്ലേ, ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായതുകൊണ്ട് അവിടെ പല പല ഓഫേഴ്സും പിന്നെ ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ടും എനിക്കത് വാങ്ങിക്കണമെന്നോ ഒന്നും തോന്നിയില്ല കേട്ടോ. എന്തായാലും കൊള്ളാം, ഹൈപ്പർ മാർക്കറ്റ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ഓഫേഴ്സ് ഉണ്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ മെയിൻ ഏരിയ അല്ലേ, ഫുഡിൻ്റെ ഏരിയ, അവിടെ നമുക്ക് ഒരു രക്ഷയില്ലാത്ത ഐറ്റംസാണുള്ളത് കേട്ടോ. ഇവരുടെ ബേക്കറി സെക്ഷനിൽ പോയാലാണ് നമുക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആവുക, എന്തെല്ലോ വാങ്ങിക്കണം എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാട്ടോ ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. കാരണം ഇത്രയൊക്കെ ഐറ്റംസ് കണ്ടിട്ടും ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ. ഒന്നും പാഴ്സലോ ഒന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിലും സൂപ്പർ മാർക്കറ്റ്സ് കയറിയാലുള്ള ഭയങ്കര പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ കണ്ടാൽ അറിയാണ്ട് വാങ്ങിപ്പോവും. പിന്നെ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് അവിടെ എത്തിയതുകൊണ്ട് എന്തെങ്കിലും ഷോപ്പ് ചെയ്യണമെന്നുള്ള ഒരു മൂഡൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ എല്ലായിടത്തേക്കും ഒന്ന് എത്തി നോക്കി എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് സ്കാൻ ചെയ്ത് ഞാനങ്ങനെ മൂവ് ചെയ്തു. പിന്നെ ഇവിടെ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചാലൊന്നും തീരുന്ന അത്രയും വെറൈറ്റി അല്ല കേട്ടോ. അത്രയും വാസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ആവശ്യമുള്ളൊരു 2-3 സാധനങ്ങൾ ഞാനത് നെസ്റ്റോയിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ അത് ഇല്ലായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ആ ഒരു 2 സാധനങ്ങൾ മാത്രം ഞാൻ കയ്യിലെടുത്തു. അങ്ങനെ ഞാൻ അവിടെ എത്തി. ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഷെബ്രിയും വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നും കൂടെ അവിടെ എല്ലാം കറങ്ങി ചുറ്റി അവിടുത്തെ ഖുബൂസ് മേക്കിംഗ് ഒക്കെ കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്ന്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വില ചോദിച്ചു. ചിലതൊന്നും അവർ പ്രൈസൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ ആദ്യം കയറിയത് ഹൈപ്പർ മാർക്കറ്റിലായതുകൊണ്ട് പിന്നെ നമുക്ക് മോളൊന്ന് കറങ്ങി കാണണമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ ത്രൂ ഔട്ട് നമ്മളെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കണം. അപ്പോൾ ആ ഒരു കാര്യം വിചാരിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയിട്ടില്ല. വളരെ അത്യാവശ്യമായിട്ട് 2-3 സാധനങ്ങൾ മാത്രം കയ്യിലെടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഈ മോൾ അത്ര ഹ്യൂജ് ഒന്നും അല്ല കേട്ടോ. നമുക്ക് കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊന്നും ഉള്ളത്ര ഹ്യൂജ് അല്ല. പിന്നെ ഫസ്റ്റ് ഡേ അല്ല, അപ്പം ഇനിയും കുറേ ബ്രാൻഡ്സൊക്കെ ഓപ്പൺ ചെയ്യാനും സെറ്റ് ആവാനൊക്കെ ഉണ്ട്. നല്ല റഷ് ഉണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഓണം വെക്കേഷനും എക്സാംസ് ഒക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ തന്നെ റഷ് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വാഷ്റൂമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പിന്നെ നേരെ നമ്മൾ പ്രെയർ ഹാളിലേക്ക് പോയി. ചെറിയൊരു പ്രെയർ ഹാളാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഒളിവെടുക്കാനും പിന്നെ നമസ്കരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. മാത്രമല്ല അവിടെ തന്നെ പ്രെയർ ഡ്രസ്സസും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അൽഹംദുലില്ലാ ഇത് ഭയങ്കര ഒരു സൗകര്യമായിട്ട് തോന്നി നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മോൾ അത്യാവശ്യം ചെറുതാണ് കേട്ടോ, അത്ര സ്പേഷ്യസ് ഒന്നുമല്ല. അപ്പോൾ അതിനനുസരിച്ച് തന്നെ വാഷ്റൂംസ് ആണെങ്കിലും ഈ പ്രെയർ റൂമൊക്കെ ആണെങ്കിലും ചെറിയ ഏരിയാസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യമായിട്ട് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റും അതുപോലെ ലുലു സെലിബ്രേറ്റും ആണ് നമുക്കിവിടെ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലുലു സെലിബ്രേറ്റിലേക്ക് കയറി. അതും ഇതുപോലെ ഹൈപ്പർ മാർക്കറ്റിൽ പോലെ തന്നെ ഒരു ലോഗാണ് കേട്ടോ. ബാഗ്സും പിന്നെ അതുപോലെ ഇലക്ട്രോണിക്സും പിന്നെ പിന്നെ ഫുഡ് വെയർസും ക്ലോത്ത്സും പിന്നെ ആക്സസറീസും എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് ഉള്ള ചായയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കുക വിചാരിച്ചിട്ട് മുകളിൽ പോയതായിരുന്നു. പക്ഷേ കുഞ്ഞി ഫുഡ് കോർട്ടാണ്, മാത്രമല്ല നല്ല തിരക്കുണ്ട് അവിടെ. നമുക്കവിടെ ഒരു ഇരിക്കാനൊന്നുമായിട്ടൊരു സ്പേസ് കിട്ടിയില്ല. മാത്രമല്ല നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് ടയേർഡായി. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ തന്നെ സെൽഫ് സർവീസ് ആയിട്ട് ഫുഡ് എടുത്ത് കൊണ്ടുവന്ന് കഴിക്കണമല്ലോ. അപ്പോൾ നമ്മൾ താഴെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഞാനും ഷെബ്രിയും ലുലു മോളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം മൂന്നാമത്തെ ഒരാൾക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ആൾ, അതായത് എൻ്റെ മൂന്നാമത്തെ പാർട്ട്ണറും ഓടി എത്തിയിട്ടുണ്ട്. സച്ചു എത്തിയിട്ടുണ്ട്. സച്ചുവിൻ്റെ മോനെ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ജോക്കിയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോൾ അവർ നമ്മളെ ജോയിൻ ചെയ്തു. അങ്ങനെ ജോക്കിയിൽ നിന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തു. കുറച്ച് ട്രാക്ക് പാൻസും ടീഷർട്ട്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി. മാത്രമല്ല ഷോപ്പ് ചെയ്ത ആൾക്ക് അവരെ വക ഒരു റോസും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ തിരക്ക് കാരണം നമ്മൾ അത്യാവശ്യം ടയേർഡായി. എന്തെങ്കിലും ഒന്ന് ചായയോ അല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും കുടിക്കാമെന്നുള്ള പ്ലാനിൽ നമ്മൾ ഫ്ലാമിംഗോ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫുഡാണ്. നമ്മൾ മെനു നോക്കി, മെനുവിൽ കുറച്ച് ഐറ്റംസിൻ്റെ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിക്ചേഴ്സൊക്കെ നോക്കി നമ്മൾ ഒരു 2-3 ഡിഷ് ഓർഡർ ചെയ്തു. കൊണ്ടുവന്ന ഡിഷസ് എല്ലാം കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഡിഷിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത് അവരുടെ ഒരു സ്റ്റാർട്ടറാണ്. ആക്ച്വലി ഈ ചിക്കൻ ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് നമുക്കിതുപോലെ ഫോക്കറ്റ് നല്ല ഈസി ആയിട്ട് അത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ബട്ട് ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഒരു ക്രിസ്പി കോട്ടിംഗ് ആയിട്ടുള്ള ബോൺലെസ് ചിക്കൻ ചങ്ക്സ് ആണ്. പിന്നെ ഇതാണ് അടുത്ത ഐറ്റം. ഇതും ഒരു റാമൻ നൂഡിൽ പോലത്തെ ഒരു സംഭവമാണ്. വിത്ത് ചിക്കനാണ്. കുറച്ച് സ്വീറ്റാണ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പോർഷൻ സൈസും കൊള്ളാം. പിന്നെ നമ്മൾ ആക്ച്വലി റെസ്റ്റോറൻറ്റിൽ കയറി തന്നെ നമുക്ക് ഭയങ്കര ദാഹവും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ടീയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ ഈവൻ വെള്ളം പോലും അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരില്ല. നമ്മൾ ബോട്ടിലിൽ വാട്ടർ വാങ്ങിയിട്ട് നമ്മൾ കഴിക്കണം, കുടിക്കണം, അല്ലാണ്ട് വെള്ളം തരില്ല അവർ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു. ഇതൊരു പാഷൻ ഫ്രൂട്ട് ജ്യൂസല്ല, ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ എന്തോ ഒരു സ്ക്വാഷ് ആയിരുന്നു. കുറച്ചൊരു സ്പൈസി ആയിരുന്നു, പക്ഷേ അഗെയിൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല 4 പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റിയും ഒക്കെ ഒരു വർത്തായിരുന്നു. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഓർഡർ ചെയ്തത്. ഇത് ഇതുപോലെ ഒരു റൈസ് ബൗളാണ്. അടിയിൽ റൈസും മുകളിൽ ചിക്കനും വരുന്ന ഒരു ഡിഷായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ വീണ്ടും കയറി. നമ്മൾ 2-3 സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ബില്ല് ചെയ്തു. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും ആളുകളൊക്കെ നല്ല തിരക്കിൽ, അതായത് ഫുൾ സ്വിങ്ങിൽ ആളുകൾ അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു. സ്ട്രീറ്റ്സൊക്കെ ഭയങ്കര ബിസിയാണ്. ബ്ലോക്കോ കാര്യങ്ങളല്ല, എന്നാലും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെ കേട്ടോ. ഇത് ഡെല്ലിവ്സ് ആണ്.
ഒരു പാക്കറ്റ് ഡിൽ ലീവ്സും ഇത് നമുക്ക് സാലഡിലൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇത് റോസ്മേരിയാണ്. ഇതിൽ കുറച്ച് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കുറേ ഇത് അന്വേഷിക്കുന്നു. യൂഷ്വലി നമുക്കിത് നെസ്റ്റോയിൽ കിട്ടും, പക്ഷേ ഞാൻ 2 പ്രാവശ്യം പോയപ്പോഴും നെസ്റ്റോയിൽ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അങ്ങനെ കുറച്ച് റോസ്മേരി വാങ്ങിച്ചു. പിന്നെ ഡോണട്ട് ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതപ്പോഴേ കാലിയായി. പിന്നെ എൻ്റെ ചോപ്പ് ബോർഡ് ആകെ കേടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനൊരു ചെറിയ വുഡൻ ചോപ്പ് ബോർഡ് വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.